നമ്മുടെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിയാണ് കിരൺ റിജിജു. അദ്ദേഹം നേരത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയൊക്കെ വഹിച്ചിരുന്നു, അതിൻ്റെ സഹമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിരീക്ഷണം പങ്കുവയ്ക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ഒരിക്കലും പറയില്ല എന്നാണ്. എന്താണ് സാർ ആ ഒരു സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തിനെ ഉദ്ദേശിച്ചാണ്, അതെന്തുകൊണ്ടാണ് കിരൺ റിജിജു പാർലമെന്റിൽ ആവർത്തിച്ചത്? ഇത് ഒരു ഇന്ത്യക്കാരനെ കുറിച്ച് ഒരിക്കലും ഒരു സുപ്രീം കോടതിയും ഇങ്ങനെ പറയാറില്ല. ഇന്ത്യക്കാരെന്നും ഉപരി പ്രതിപക്ഷ നേതാവാണ്. അതെ അല്ലേ? അതെ. പ്രധാനമന്ത്രിയുടെ പദത്തിന് തുല്യമായിട്ട് പ്രധാനമന്ത്രിയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്, മുഖാമുഖം നിൽക്കുന്നയാളാണ്. അപ്പൊ പറഞ്ഞെന്താന്നാണ് ചൈന അല്ലേ? അപ്പൊ ഇത് വസ്തുതകൾ മനസ്സിലാക്കാതെ വസ്തുതാ വിരുദ്ധമായി ഇട്ട് പറയുന്നു എന്നുള്ളതാണ്. അതായത് ചൈന ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ കയ്യേറിയിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനാണ് സുപ്രീം കോടതി എടുത്ത് കുടഞ്ഞത്. ഇപ്പോൾ അതിനെന്ത് തെളിവുണ്ട് എന്നാണ് ചോദിച്ചത്. അല്ല, തിരിച്ചും ഇദ്ദേഹം ചോദിച്ചുകൊണ്ട് നടന്നല്ലോ, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി എന്ത് തെളിവ്, പാക് ഭീകരതയെ തകർത്തു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്ത് തെളിവ്? ഇതാണല്ലോ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലേ? എന്നാ ഇദ്ദേഹം പറയുന്നതിന് എന്ത് തെളിവുണ്ട് അല്ലേ? അപ്പോൾ ഇത് സുപ്രീം കോടതി തന്നെ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. ആരുമല്ല, രാഷ്ട്രീയക്കാരും ചോദിച്ചത്, സുപ്രീം കോടതിയുടെ ചോദ്യമാണ്. എന്നിട്ട് സുപ്രീം കോടതി തന്നെ പറയുന്നു ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരൻ ഇങ്ങനെ ഒരിക്കലും പറയില്ല എന്നും കൂടി അദ്ദേഹം കിരൺ റിജിജു അതും ഇവിടെ കോട്ട് ചെയ്യാണ് പാർലമെന്റിൽ. പ്രശാന്ത്, എനിക്ക് എപ്പോഴും ഇക്കാര്യം പറയുമ്പോൾ തരൂര് പറയുന്ന കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും അറിയില്ല, ചരിത്രവും അറിയില്ല, പോയി പഠിക്കാൻ. അത് ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നി. അന്ന് ആദ്യം ഞാൻ വിചാരിച്ച് പരിഹസിക്കുകയാണെന്ന്. പരിഹാസമല്ല, ശരിയായ കാര്യമാണ്. ഇതൊക്കെ പഠിക്കണ്ടേ? പഠിക്കാതെ ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു പണ്ടെന്നും ഏതൊക്കെ തരത്തിൽ അത് ഒരസലുണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിവുണ്ടോ? സാറേ, ഈ പാർലമെന്റിൽ വന്നിരിക്കുന്ന ഈ കിരൺ റിജിജു ഒക്കെ പല തവണ നടത്തിയ പാർലമെന്റിൽ കൊടുത്ത മറുപടികളെ എല്ലാം നമ്മൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം, 1962 ശേഷം ചൈന അങ്ങനെ ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടില്ല. 62 ഏറ്റവും അവസാനം ഈ അക്സായി ചിൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കയ്യേറിയത്. അത് 59 തന്നെ തുടങ്ങിയതാണ് ആ കയ്യേറ്റം. 1959 നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആരംഭിച്ച കയ്യേറ്റമാണ്. അത് 62 ആ ഒരു യുദ്ധത്തിലാണ് കലാശിച്ചത്. അവസാനം അത് റഷ്യ ഇടപെട്ടാണ് ആ വെടിനിർത്തൽ ഉണ്ടാക്കുന്നതും ചൈന പിൻവാങ്ങുന്നത്. അതിനുശേഷം ചൈന അങ്ങനെ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കയ്യേറിയതായിട്ട് തെളിവില്ല. പലപ്പോഴും അവർ അതിർത്തി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, നമ്മളോട് ഏറ്റുമുട്ടാറുണ്ട്, സംഘർഷത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്, ദോക്ലാമിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇന്ത്യയുടെ ഭൂമി പിന്നീട് കയ്യേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പാർലമെന്റിൽ നിരന്തരം ആവർത്തിക്കുകയാണ്. ഇത് പാർലമെന്റിൽ പറയുന്നത് രാഷ്ട്രീയമല്ല, രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം പാർലമെന്ററി രേഖകളിൽ ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം എന്താ പറയുക, ഡോക്യുമെന്റൈസ് ചെയ്യുകയാണ്. അവിടെ അങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല. പ്രധാനമന്ത്രിക്ക് പോലും അവിടെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കില്ല. പാർലമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ്. പാർലമെന്റും നിയമസഭയൊക്കെ അസംബ്ലിയും ഒക്കെ അങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ള സ്ഥലങ്ങളല്ല. ഇതിനകത്ത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് വിരുദ്ധരായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ കൂട്ടുപിടിക്കുക, എന്നിട്ട് രാജ്യത്തിനെതിരെ സംസാരിക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിചാരം ഇതെല്ലാം നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഇതെല്ലാം രാജ്യത്തിനെതിരായ സംസാരമായി മാറുകയാണ്. ഈ പോക്ക് പോയാൽ സുപ്രീം കോടതി തന്നെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി പിടിച്ചകത്തിടും. അത് ഇത് ഇങ്ങനെ ഒരു നമ്മുടെ പാർലമെന്റിന്റെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിട്ടില്ല. അതെ, പ്രഗത്ഭരായ പ്രതിപക്ഷ നേതാക്കന്മാർ അലങ്കരിച്ചിരുന്ന എപ്പോഴും എന്നറിയാമോ, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവിനെയും അതേ രീതിയിലാണ് പിന്നെ വളരെ ബഹുമാനത്തോടുകൂടി സഭയിൽ പരസ്പരം കൊമ്പ് കൊറുക്കുമ്പോൾ പോലും അതെ ആ പദവിയോടുള്ള ബഹുമാനം തീർച്ചയായിട്ടും
കൈവിടാൻ ഈ ചെക്കൻ്റെ അപ്പൂപ്പന് പാർലമെന്റിൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ AKജിയുടെ പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ കാതോർത്തിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്നതല്ലത്, വളരെ ഗൗരവത്തിൽ കാണുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിലൂടെ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഗുണമെങ്കിലും കാണിക്കാൻ കഴിയാതെ പോകുന്നു. അവസാനം എനിക്ക് തോന്നുന്നു കോടതി ഇതൊക്കെ പറയും മിക്കവാറും ഈ തരത്തിൽ എടുത്തിട്ട് കുടയുമ്പോൾ. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത്, കോൺഗ്രസിന് പോലും കിട്ടിയിരിക്കുകയാണ് അനുദിനം. തീർച്ചയായിട്ടും ഇത് സത്യത്തിൽ ഒരു വലിയ നാണക്കേടായി മാറി കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിലൊരു നാണക്കേടാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ഈ യാതൊരു എന്താ പറയേണ്ട ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, വെറും ഈ മുച്ചീട്ട് കളിക്കാരൻ്റെ തന്ത്രം പ്രയോഗിക്കുന്നത് പോലെ ഈ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയും നമ്മുടെ സൈന്യത്തിനെതിരെയും ഒക്കെ ഇങ്ങനെ നിരന്തരം ഉന്നയിക്കുക. പിന്നീട് അതിനുശേഷം പിന്നെ അത് കേസും വഴക്കും ഒക്കെ ആകുമ്പോൾ കോടതിയിൽ പോയി മാപ്പ് പറയുക. ഇതൊരു കോൺഗ്രസ്സുകാർ ആലോചിക്കട്ടെ, ഇത് അവർക്ക് ഗുണം ചെയ്യുമോ? സത്യത്തിൽ ഇത് BJPക്കാർ വലിയ ആഹ്ലാദത്തിലാണ് ഉള്ളിൽ. കാരണം അവരിങ്ങനെ നിരന്തരം രാഹുലിനെതിരെ പോരാടുമ്പോഴും വലിയ രീതിയിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഉള്ളിൽ ചിരിക്കുകയാണ്. ഈശ്വര, രാഹുൽ ഗാന്ധിക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ. കാരണം ഈ പാർട്ടിയുടെ ഐശ്വര്യം രാഹുൽ ഗാന്ധിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വാസ്തവത്തിൽ BJP ഓഫീസിൽ അവരുടെ സ്ഥാപക നേതാക്കളുടെ പടത്തിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പടം കൂടെ വെക്കണം. ഇങ്ങനെ നിരന്തരം ഈ പാർട്ടിയെ, ഈ BJPയെ പിന്നെ സ്വയം തൻ്റെ പാർട്ടിയെ ഏറിൽ കയറ്റി BJPയെ പരിപോഷിപ്പിക്കുന്നതിന്. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വേറൊരു കുഴപ്പം കൂടെ സംഭവിക്കും. ഇവരുടെ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം രൂപീകൃതമാകുന്ന, അത് ഒന്നുകൂടെ ശിഥിലമാവും. കാരണം ഇതിലുള്ള ഘടകകക്ഷികളൊന്നും തന്നെ രാജ്യവിരുദ്ധരല്ല, രാജ്യസ്നേഹികളാണ്. ഇപ്പം മുസ്ലിം ലീഗ് തന്നെ ഇവരുടെ ഘടകകക്ഷിയല്ലേ ഇന്ത്യ മുന്നണിയിലെ. അതിലുള്ളവരാണല്ലോ പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോയതിൽ വരുന്ന ET മുഹമ്മദ് ബഷീർ അല്ലേ. അപ്പോൾ പിന്നെ അവരൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ തിരികെ അവസാനം വരുന്നുണ്ട്. കാരണം ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പുറത്തുപോയി സംസാരിക്കുമ്പോൾ ഇവിടെ രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശവുമായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്ന, അപ്പോൾ ഈ മുന്നണിക്ക് തന്നെ ദോഷം സംഭവിക്കും. അത് ശിഥിലമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൈനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഈ രാഹുൽ നിരന്തരം ചൈന സന്ദർശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇത് വെറും ഒരു വിടുവായത്തനമാണോ അതോ വല്ല ഗൂഢാലോചനയുമാണോ? അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടം ഉണ്ടാകാം. അല്ല, അത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ ചൈനയുമായിട്ട് ഇന്ത്യ MOU വ്യാപാര കരാറിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് അവിടെ രാഹുൽ അവിടെ സന്ദർശിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു. മാത്രമല്ല രാഹുലിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിലേക്ക് ചൈനയിൽ നിന്ന് വലിയ തോതിൽ പണം വന്നിട്ടുണ്ടെന്നൊക്കെയാണ് BJP ആരോപിക്കുന്നത്. ഈ ചെക്കൻ്റെ അളിയൻ വധേരയില്ലേ, വധേര വലിയ കച്ചവടക്കാരനല്ലേ, റോബർട്ട് വാദ്ര. അതെ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇടപാടുകളൊക്കെ നടന്നിരിക്കാൻ സാധ്യത നടക്കുന്നുണ്ടാകും ഇപ്പോഴും. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയണം നമ്മുടെ രാജ്യത്തുള്ളവർ. കാരണം ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുകയല്ലേ. അപ്പോൾ ഈ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഭരിക്കുന്നത് ചിലപ്പോൾ ഈ അളിയനായിരിക്കും, വധേരയായിരിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ചൈന ബന്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് വളരെ സൂക്ഷിക്കേണ്ടതായ കാര്യം കൂടിയാണ്. ഒരു മുൻപിൻ ചിന്തയില്ലാതെ എന്തൊക്കെയോ എടുത്തുചാടി ചെയ്യുന്നു. അതിന് പറ്റിയ കുറേ ഉപദേശകന്മാരും. അതെ, രാഹുൽ ഗാന്ധിയെ ശരിയായ വഴിക്ക് ഉപദേശിച്ച് കൊണ്ടുപോകുന്നതിന് പകരം അവരുടെ ഉപദേശം തെറ്റായ വഴിയിലേക്കാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അതും ഇവിടെ ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഒരു ഇന്ത്യക്കാരൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് 1962 യുദ്ധത്തിൽ എന്ത് സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നത് രാഹുലിൻ്റെ മുതുമുത്തച്ഛനാണ്. അതെ. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ കോൺഗ്രസ് നേതാക്കളോ കൈക്കൊണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന, ഇത് 11ാം വർഷം കഴിഞ്ഞ് 12ലേക്ക് കടന്നിരിക്കുന്നു. നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നത് ഈ ഇന്ത്യയുടെ ഭൂമി ചൈന കൊണ്ടുപോയിട്ട് നിങ്ങൾ കയ്യും കെട്ടി മിണ്ടാതെ നോക്കിയിരിക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്.